FCRA ബിൽ JPCക്ക് വിടാനുള്ള പ്രമേയം അംഗീകരിച്ച് ലോക്സഭ. ശബ്ദ വോട്ടോടെയാണ് പ്രമേയം പാസ്സായത്. FCRA ബില്ലിലെ ന്യൂനപക്ഷ വിരുദ്ധത എന്താണെന്ന് ആവർത്തിച്ച് സർക്കാർ ചോദിച്ചുവെങ്കിലും മറുപടിയില്ലാതെ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. മൈൻസ് ആൻഡ് മിനറൽസ് ഭേദഗതി ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളുമായി TS ആദർശ് ചേരുകയാണ്. ആദർശ്, പ്രതിപക്ഷം ബഹളം ഇന്നും ആവർത്തിക്കുകയാണ് ചെയ്തത്. അതേ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. ഒപ്പം നിർണായകമായ ഈ ബില്ലിനും ലോക്സഭ ഇന്ന് അംഗീകാരം നൽകിയിരുന്നു, അല്ലേ? KP, ഈ FCRA ഭേദഗതി ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുന്നതിനുള്ള പ്രമേയം അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രതിപക്ഷം ഇത് ന്യൂനപക്ഷ വിരുദ്ധമെന്നും ക്രൈസ്തവ സഭയ്ക്ക് എതിര് എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ സർക്കാരാകട്ടെ ശക്തമായി തന്നെ ഈ FCRA ഭേദഗതി ബില്ലിൽ അവരുടെ നിലപാട് അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ ഇത് ന്യൂനപക്ഷ വിരുദ്ധമെന്ന് തെളിയിക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ എന്നുള്ള വെല്ലുവിളി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സമീപനം സർക്കാരിന് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞു. പക്ഷേ വലിയ പ്രതിഷേധമാണ് സഭയിൽ ഇത് ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചപ്പോൾ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രതിപക്ഷം അവരുടെ കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി തന്നെയാണ് സഭയിൽ പ്രതിഷേധം ഉയർത്തിയത്. ഓരോ വിഷയത്തിലും അവരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഒടുവിൽ സർക്കാർ നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തിലടക്കം ഈ നിമിഷം ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള നിലപാട് സഭയിൽ അറിയിച്ചിട്ട് പോലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ബഹളം അടങ്ങിയില്ല. അതേ തുടർന്നാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. എന്തായാലും FCRAയിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഒളിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് അത് JPCക്ക് വിടുന്നതിൽ നിന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ആദർശാണ് വിവരങ്ങൾ നൽകിയത്.